വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഹേറോദേസിന്റെ ഉത്കണ്ഠ. സംഭവിച്ചതെല്ലാം കേട്ട് ഹേറോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹേറോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെറോദേസ് ആഗ്രഹിച്ചു. ആകുല ചിന്തയ്ക്കുള്ള മറുമരുന്ന്. ആകുല ചിന്ത ആധുനിക മനുഷ്യന്റെ മുഖമുദ്ര ആണ് എന്നാണല്ലോ സാധാരണ പറയാറ്. എന്നാൽ ഇന്നത്തെ സുവിശേഷം നൽകുന്ന പാഠം ആധുനിക മനുഷ്യന് എന്ന പോലെ തന്നെ പുരാതന മനുഷ്യനും ആകുല ചിന്തയും ആവലാദികളും ഉത്കണ്ഠകളും എന്നല്ല ഒരുതരം വിഭ്രാന്തിക്കും അധീനനായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതും സാധാരണ മനുഷ്യനിലുണ്ടാകുന്ന ആകുല ചിന്തയ്ക്ക് പകരം നാട്ടിൽ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ആകുല ചിന്ത, ഉത്കണ്ഠ, ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പരാമർശ വിഷയം. യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചിരിക്കുന്ന കാലം താൻ രോഗികളെ സുഖപ്പെടുത്തിയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചും പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ടും, എന്നാൽ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾ ദൈവങ്ങൾക്കെതിരായി ശക്തിയായ പ്രതികരണങ്ങൾ നടത്തിയും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന കാലമായിരുന്നു അത്. സ്വാഭാവികമായിട്ട് യേശുവിന്റെ ചെയ്തികളും യേശുവിനെ പറ്റിയും നാട്ടിലെ രാജാവായ ഹെറോദേസ് അറിയാനിട വന്നു. യേശുവിന്റെ ചെയ്തികളും പ്രവർത്തന ശൈലികളും കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനിട വന്നപ്പോ രാജാവിലുണ്ടായ ആകുല ചിന്തയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം. രാജാവിലുണ്ടായ ഉത്കണ്ഠ അതൊരു വിഭ്രാന്തിയിലേക്ക് തന്നെ നീങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. ഉടനെ തന്നെ രാജാവിന്റെ മനസ്സിലേക്ക് കയറി വന്ന ചിന്ത താൻ തന്റെ ജീവിതത്തിൽ ചെയ്യാനിടവന്നിട്ടുള്ള ഒരു മഹാപാതകത്തെ പറ്റിയുള്ള ചിന്തയാണ്. താൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിനെ സംബന്ധിച്ച് തന്നെ ബോധ്യപ്പെടുത്താനും സാധിക്കുമെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറാൻ തന്നെ ഓർമ്മിപ്പിക്കാനും വേണ്ടി വന്ന യഥാർത്ഥ നീതിമാനായ യോഹന്നാൻ മാംദാനിയെ തക്കതായിട്ടുള്ള കാരണങ്ങളില്ലാതെ സ്വാർത്ഥചിന്തയാൽ പ്രേരിതനായി ശിരച്ഛേദനം ചെയ്യിപ്പിച്ച ആ വലിയ പാതകം, ഈ പാതകത്തിന്റെ ഓർമ്മയാണ് രാജാവിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. രാജാവ് ചിന്തിക്കുന്നത് താൻ ശിരച്ഛേദനം ചെയ്തിട്ടുള്ള യോഹന്നാൻ വീണ്ടും വന്നിരിക്കുകയാണോ തന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്ന ചിന്തയാണ് യേശുവിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേൾക്കാനിട വന്നപ്പോ രാജാവിന്റെ ഉള്ളിൽ പോയത്. നോക്കണേ, മനുഷ്യന്റെ യുക്തിഭദ്രമായ ചിന്തയ്ക്ക് പോലും വിഘാതമുണ്ടാക്കാവുന്ന വിഭ്രാന്തിയിലേക്ക് മനുഷ്യൻ നീങ്ങുന്ന നീക്കം. എന്തുകൊണ്ടാണ് ഈ തരം ആകുല ചിന്തകളും ഉത്കണ്ഠകളും മനുഷ്യനെ പിടികൂടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത് സ്വന്തം മനസാക്ഷിക്കെതിരായി സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ആ മഹാപാതകമായിരുന്നു രാജാവിന് ഈ തരത്തിലുള്ള ഉത്കണ്ഠകളും ആകുല ചിന്തകളും ഉണ്ടാക്കാനിടവരുത്തിയത്. ഇതിൽ നിന്ന് ഇന്നത്തെ സുവിശേഷം നമുക്കായി നൽകുന്ന ഒരു പാഠം നാം നമ്മുടെ ജീവിതത്തിലെ സ്വാംശീകരിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാനോ അതിനെതിരായിട്ടോ നാം നീങ്ങാൻ ഇടവന്നാൽ അത് നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകുല ചിന്തയും ഉത്കണ്ഠയും ഭയവും നമ്മളിൽ ജനിപ്പിക്കാൻ ഇടവരുത്തും. അതുകൊണ്ട് ആകുല ചിന്തയ്ക്ക് ഉള്ള മറുമരുന്ന് മനസാക്ഷിയുടെ സ്വരത്തിന് എതിരല്ലാത്ത വിധത്തിൽ സത്യസന്ധതയോടുകൂടെ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്
ആകുല ചിന്തയ്ക്കുള്ള മറുമരുന്ന്. ഈ സത്യം നാം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് പഠിച്ചെടുക്കാനിട വന്നാൽ സുവിശേഷത്തിന്റെ ചൈതന്യം നമ്മൾ ഗ്രഹിച്ചു എന്ന് ആശ്വസിക്കാം.